തെന്നിന്ത്യയുടെ വാനമ്പാടി എസ് ജാനകിക്ക് നാട് വിട നൽകുന്നു. മൈസൂരു മഹാരാജ കോളേജിലെ പൊതുദർശനം പൂർത്തിയായി. KS ചിത്ര അന്തിമോപചാരം അർപ്പിക്കാനെത്തി. അല്പസമയത്തിനകം ഹുണ്ടിയിലെ നവീൻ ഫാം ഹൌസിൽ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, പൊതുദർശനം മുന്നോട്ട് പോയി സംസ്കാരത്തിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങാനായോ? KS ചിത്ര എത്തി വിതുമ്പുന്ന ദൃശ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. വിവരങ്ങളിലേക്ക്. പൊതുദർശനം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ചടങ്ങ് നടത്താൻ ഉദ്ദേശിക്കുന്ന നവീൻ ഫാമിലേക്ക്, അതായത് ജാനകിയുമായി ഏറ്റവും അടുത്ത വ്യക്തി നവീൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ അവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ്. മൈസൂരിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയാണ് ഈ ഫാം ഹൗസ് ഉള്ളത്. ഈ സംസ്ഥാനത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. അതുപോലെ തന്നെ സംഗീത ലോകത്ത് നിന്ന് KS ചിത്ര, സുജാത, മനോ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ജാനകിയമ്മയെ അവസാനമായി കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തി. അതിനും ഉപരി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന്, ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ജാനകിയമ്മയെ അവസാനമായി കാണാൻ വേണ്ടി എത്തിയ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു. അങ്ങനെ പലർക്കും ജാനകിയമ്മ എന്തായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നത്തെ ഈ ഒരു പകൽ എന്നുള്ളത്. KS ചിത്ര എല്ലാം തന്നെ വിങ്ങി പൊട്ടിക്കൊണ്ടാണ് ജാനകിയമ്മയെ അവസാനമായി കണ്ടത്. ഈ മൃതദേഹം പൊതുദർശനം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രമാണ് ചിത്രയ്ക്ക് എത്തിച്ചേരാൻ ആയത്. ചിത്രയ്ക്ക് വേണ്ടി അല്പസമയം കുടുംബാംഗങ്ങൾ കാത്തു നിൽക്കുകയും ചെയ്തു. ഏതായാലും നിറകണ്ണുകളോട് കൂടിയാണ് ജാനകിയമ്മയുടെ ഭൗതിക ശരീരത്തിന് സമീപം KS ചിത്ര നിന്നത്. സുജാതയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. സുജാതയും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ മൃതദേഹത്തിനടുത്തേക്ക് എത്തിയത്. അതായത് ഇങ്ങനെയൊരു വേർപാട് പെട്ടെന്ന്, പ്രായമായി അതൊക്കെ ശരി, പക്ഷേ പെട്ടെന്നുള്ളൊരു വേർപാട് ഉണ്ടാകും. അതായത് കഴിഞ്ഞ ആഴ്ച കൂടി ശാരീരിക സ്ഥിതിയിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഇരുന്നിരുന്നാൽ അത്ര പെട്ടെന്ന് ഇങ്ങനെ വിട പറയും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ പലരോടും ഈ ആഴ്ച കാണാം, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കണ്ടവരുണ്ട്. അങ്ങനെ നിരന്തരം സന്ദർശകർ ജാനകിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഈ വിയോഗം എന്നുള്ളത് വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ജാനകിയമ്മയുടെ ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ചടങ്ങ് നടക്കുന്ന ഫാം ഹൗസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചുമകൾ അപ്സരയാണ് ഈ മറ്റ് ചടങ്ങുകളൊക്കെ, സംസ്കാര ചടങ്ങുകളൊക്കെ നിർവഹിക്കുക, മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കുക. ഏതായാലും അതിനുള്ള നടപടികൾ അവിടെയെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ ഈ സംസ്കാര ചടങ്ങുകൾക്ക് ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മന്ത്രി യതീന്ദ്ര സിദ്ധരാമയ്യ കർണാടക സർക്കാരിന് വേണ്ടി ഈ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകളാണ്, അതായത് പൊതുദർശനം അവസാനിപ്പിച്ചിട്ട് പോലും നിരവധി ആളുകളാണ് ഈ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് അവസാനമായി അമ്മയെ ഒരു നോക്കി കാണാൻ വേണ്ടി എത്തിയത്. പലർക്കും അമ്മയെ കാണാൻ, അതായത് ആ വാഹനം മുന്നോട്ട് നീങ്ങിയപ്പോൾ പോലും വരിയിൽ ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത്രയ്ക്കും ജനബാഹുല്യം തന്നെയാണ്. അമ്മയെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് മൈസൂരിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിയത്. ഏതായാലും നവീൻ ഫാം ഹൗസിലേക്ക് വിലാപയാത്രയായി ഈ ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോഴും റോഡിന് ഇരുവശവും നിന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ജാനകിയമ്മയെ അവസാനമായി കാണാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഫാം ഹൗസിലേക്ക് ഈ വിലാപയാത്ര എത്തിച്ചേരും.